ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് 1-ാം തീയതി അല്ലേ, മലയാള മാസം 1-ാം തീയതി അല്ലേ. എല്ലാ കൂട്ടുകാരും അമ്പലത്തിലൊക്കെ പോയോ? പച്ചനാർ എന്തായാലും ഇടയ്ക്കൊക്കെ ഭഗവാനൊന്ന് പോയി കാണട്ടോ. അതൊരു പോസിറ്റീവ് വൈബ് തന്നെയാണല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഏട്ടനും സ്വത്തും കൂടി പോയിട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിലാണ് പോയത്. അപ്പോൾ അതാ ഞങ്ങൾ പോയി തൊഴുതാണ്. അകത്ത് കയറിയപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പുറത്തൊന്ന് വലം വെച്ചപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു ആൽമരം, അതിൻ്റെ ഉള്ളിലൊരു ദൈവം ഉണ്ട് കേട്ടോ. അയ്യപ്പന് ഇരിക്കുന്നുണ്ട്. ആ ആൽമരം വന്നതിന് ശേഷമാണോ അതോ അയ്യപ്പൻ്റെ രൂപം അവിടെ വെച്ചത്, അതോ രൂപം ഇതായതിന് ശേഷമാണ് ആൽമരം വെച്ചതെന്നൊക്കെ ഞാനിങ്ങനെ ഏട്ടനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. ലാസ്റ്റ് ഏട്ടൻ്റെ ഭ്രാന്തായിട്ടോ എൻ്റെ ഇങ്ങനത്തെ ഉടക്ക് ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട്. പിന്നെ വീട്ടിലേക്ക് വന്നു വൈകുന്നേരം ആയപ്പോഴാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത്. പ്രത്യേകിച്ചൊന്നും എടുക്കാണ്ടായില്ല ഉച്ചയ്ക്കൊന്നും, അതാണ് ഞാൻ എടുക്കാതിരുന്നത്. അപ്പോൾ അമ്മ ആണെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുന്നിൽ വിറക് നിരത്തിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അടുക്കി വെക്കുമായിരുന്നു. അപ്പം ഞാൻ ഉള്ള തുണികളൊക്കെ എടുത്തു മടക്കി ഇങ്ങനെ വെക്കാമെന്നുള്ള പ്ലാനിൽ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ. അമ്മയുടെ പരിഭവവും പരാതിയൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഞാനതിങ്ങനെ കേട്ടു. പിന്നെ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് എണ്ണയൊക്കെ കാച്ചി തരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മുടി ഇന്ന് ഇങ്ങനെ ഷാമ്പൂ ഇട്ട് കഴുകി, അതാട്ട് ഇങ്ങനെ ഇരിക്കണം പറന്ന്, അല്ലെങ്കിൽ ഒതുങ്ങിയൊക്കെ ഇരിക്കുന്ന മുടിയാണ്. അധികം എണ്ണ തേക്കാൻ എനിക്കിഷ്ടമില്ല. എൻ്റെ തലയിൽ നിറയെ താരനുണ്ട്. ഒരിടയ്ക്ക് എല്ലാം പോയതായിരുന്നു. അപ്പോൾ അമ്മ എണ്ണ കാച്ചി തന്നിട്ടില്ല കുറച്ച് നാളായിട്ട്, അത് കാരണം പിന്നെയും വന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അമ്മയുടെ എണ്ണ കാച്ചി തരണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് പിന്നെ ബാക്കിയുള്ള പണികളിലേക്ക് ഞാൻ കടന്നു. മുറ്റമൊക്കെ അടിച്ചു വരാനുണ്ടായി. നമ്മുടെ വീട്ടിൽ മരങ്ങളില്ലെങ്കിലും അപ്പുറം ഇപ്പുറം തൊടിയിൽ നിറയെ മരങ്ങളുള്ള കാരണം നമ്മുടെ വീട്ടിലേക്ക് നല്ല ചപ്പ് വീഴും. ഒരു കാറ്റും ഇങ്ങോട്ട് വീശിയാണ്ടല്ലോ നിറയെ ചപ്പ് വീഴുന്ന അവസ്ഥയാണ് കേട്ടോ. അത് കാരണം എപ്പോഴും അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് വരുമ്പോൾ പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ കയറി വരുമ്പോൾ ഇവിടെ എന്താ അടിക്കലും വരില്ലേ മാസങ്ങളായിട്ട് തോന്നും, അങ്ങനെ ചപ്പ് വീഴും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അമ്മയെ കാണാനില്ല. അമ്മ എവിടെയും നോക്കി ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഇത് കണ്ട. എനിക്ക് ഈ റോസാപ്പൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ, പണ്ട് സ്കൂളിലൊക്കെ പോയപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ മെനഞ്ഞിട്ടിട്ട് അമ്മ ഇങ്ങനെ റോസാപ്പൊക്കെ കുത്തിത്തരുമായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ നന്നായിട്ട് ചെടി വളർത്തും. അതിന് വേണ്ട കൃഷിയും കാര്യങ്ങളെല്ലാം അമ്മ ചെയ്യും കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടം അമ്മയ്ക്ക്. പിന്നെ അതായത് നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ അമ്മ പറിച്ച ചീര കേട്ടോ. ഈ ചീര ഞങ്ങളൊക്കെ ഉപ്പേരിയും പിന്നെ ചക്കക്കുരുവിൻ്റെ ഒക്കെ ഒപ്പിട്ട് കറി വയ്ക്കും. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഈ വേലിയിലൊക്കെ ഉണ്ടാവും ചീരയാണ്. എല്ലാ നാട്ടിലൊന്നും ഇത് ഉപയോഗിക്കേണ്ടാവില്ല അല്ലേ. ചിലർക്ക് ഇത് അറിയും കൂടി ഇല്ല ഉപയോഗിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഞങ്ങളത് ഉപയോഗിക്കും. നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ഹെൽത്തിയാണ്. നമ്മുടെ മായം ചേർക്കുന്ന പച്ചക്കറികളിൽ എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടാവുന്ന അല്ലറ ചില്ലറ പച്ചക്കറിയല്ലേ. ഈ സമയത്ത് അമ്മ പയറും വഴുതനങ്ങയും ഒക്കെ വെച്ചിട്ടുണ്ട് അടുത്ത്. മഴയൊക്കെ പെയ്ത് ഇതായിക്കണില്ലേ. പിന്നെ ഞാൻ ഭഗവാന് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പൂ പറിക്കുക കേട്ടോ. നമ്മുടെ മുല്ലത്തെ പൂവൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ അല്ലാതെ കുറച്ച് പൂവൊക്കെ ഉണ്ട്, അതൊക്കെ പറിച്ച് വയ്ക്കുകയാണ്. മുല്ലയിൽ ഒരു 2-3 ആഴ്ച നല്ല കട്ട പൂവുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പോവല്ല, അതൊക്കെ ഇപ്പം അങ്ങനെ മുട്ടിടണില്ല. 1-2 എണ്ണൊക്കെ ഇടണുള്ളൂ. ഓരോ സമയത്തല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ കുറച്ച് റോസാപ്പൂവും കോളാമ്പിയും തെച്ചിയും ഒക്കെ പൊട്ടിച്ചു. ഇത്ര പൂവാട്ടോ കിട്ടിയുള്ളൂ. പക്ഷെ കിട്ടിയത് എന്തായാലും ഞാൻ വെക്കും. അതിനുശേഷം ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാനൊന്നും കേട്ടില്ല, ഞാനൊന്നും അറിഞ്ഞില്ല. അമ്മയെ പറഞ്ഞു സ്വത്ത് നല്ല ഉറക്കമാണ്, സ്വത്തിൻ്റെ സ്റ്റിച്ചൊക്കെ പതുക്കെ ഉണങ്ങി വരുന്നുണ്ട്, ആൾ ഹാപ്പി ആയിട്ട് ഉഷാറായിട്ട് ഇരിക്കണു. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ എനിക്കൊരു സ്പീക്കർ വാങ്ങി തന്നു കേട്ടോ. ഏട്ടനും അമ്മയും കൂടി ഒറ്റപ്പാലം പോയപ്പോൾ. എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ബോറടിക്കുമ്പോൾ സ്പീക്കറൊക്കെ ഇട്ട് ഡാൻസ് കളിക്കും, പാട്ട് കേൾക്കും. അതൊക്കെയാണ് എൻ്റെ ഹോബി. അതിനുശേഷം കട്ടൻ ചായ എടുത്തു അമ്മ. ഈ ഒരു 5 മണി 6 മണി ടൈമിൽ കട്ടൻ ചായ എല്ലാ മലയാളികളുടെ വീട്ടിലൊരു വികാരമാണല്ലേ. അങ്ങനെ കട്ടൻ ചായയൊക്കെ അമ്മ കുടിച്ചു. പിന്നെ ഞാൻ വിളക്ക് വെച്ച് ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വത്തു എണീറ്റു കേട്ടോ. പിന്നെ സ്വത്തുവിന് ചായ ഒന്നും കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല ഞാൻ. എനിക്കും അങ്ങനെ ചായ ഇഷ്ടമല്ല, അതുകൊണ്ട് സ്വത്തുവിന് അങ്ങനെ ഞാൻ നിർബന്ധിക്കാറില്ല. പക്ഷേ ഇന്നെന്തോ കട്ടൻ ചായയും മിച്ചറും കണ്ടപ്പോൾ എനിക്കൊരു വികാരം, എനിക്കത് കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എനിക്ക് മിച്ചറും കട്ടൻ ചായയും ഭയങ്കര ഇഷ്ടമായിട്ട്. അങ്ങനെ ചില ഐറ്റംസ് ഉണ്ടല്ലോ കട്ടൻ ചായയുടെ ഒക്കെ ഒപ്പം പോകുന്നത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് കഴിക്കില്ല. പക്ഷേ ഇന്ന് ഞാൻ അമ്മ അങ്ങനെ കഴിക്കണപ്പോൾ എനിക്ക് കൊതി തോന്നി.
അപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. തടിയൊക്കെ എന്തായാലും ഒന്ന് കുറയ്ക്കണം എന്നുള്ള ദൃഢമായ തീരുമാനത്തോടു കൂടി ഞാൻ പോവുകയാണ്. അത് കഴിഞ്ഞപ്പോൾ രാത്രിക്ക് നമുക്ക് കഞ്ഞിയും പയറൊക്കെ വിചാരിച്ചു. കഞ്ഞിയും പയറും ഉണ്ണിക്കും ഏട്ടനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഉണ്ണി ഇത് അവിടെ കലങ്കോലാക്കി വിട്ടിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഡിന്നർ സ്മൂത്തി ആട്ടോ എടുത്തത്. ഇന്ന് മിച്ചറൊക്കെ കഴിച്ചതല്ല, അപ്പോൾ ഹെവി ആയിരുന്നു വൈകുന്നേരം. അപ്പോൾ ഞാനൊരു സ്മൂത്തിയിൽ എൻ്റെ ഡിന്നർ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ.